ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലേൺ സി വി ജി സി. ഞാൻ ഗോപു ചന്ദ്രൻ. സോ ഗൈസ്, നമ്മുടെ റെയിൽവേയുടെ അല്ലെങ്കിൽ എനി സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് NPS ടു UPS മൈഗ്രേഷൻ അതിൻ്റെ ഫൈനൽ ഡേറ്റ് സെപ്റ്റംബർ 30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞൊരു എക്സ്റ്റൻഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് ആസ് ഓഫ് നോ ലെസ് ദാൻ 1 വീക്കാണ് നമുക്ക് ഇതിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്കിത് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇതിൽ പലരും എന്താണെന്ന് അറിയാതെ തന്നെ NPS തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ UPS തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻസൈഡ് NPS ആൻഡ് UPS. അവിടെ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് അറിയാതെയാണ് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബ്ലൈൻഡായിട്ട് നിങ്ങളിത് മനസ്സിലാക്കാതെ ചൂസ് ചെയ്യാതിരിക്കുക. എന്താണ് UPS, എന്താണ് NPS എന്ന് ഒരു ഐഡിയ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളത് സ്വിച്ച് ചെയ്യാൻ. അതുമാത്രമല്ല, ഇപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ, ഒരാളല്ല വേറെ കുറച്ച് പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട്സ് ഇന്നതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫ്രണ്ട്സ് NPS ചൂസ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനും NPS ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് UPS ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനും UPS ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇങ്ങനെയാണ് പലരുടെയും മറുപടി. ദേ ഡോണ്ട് നോ എന്താണ് UPS എന്ന്, എനിക്കത് എടുത്തുള്ള ബെനിഫിറ്റ് എന്താ, അല്ലെങ്കിൽ NPS ഞാൻ കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് എന്താ, ഈ എടുക്കുന്നവർക്ക് ഐഡിയ ഇല്ല. അത് ഐഡിയ ഇല്ലാതെ ദയവ് ചെയ്ത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് ബാക്കിയുള്ളവർ എന്താണോ ചെയ്യുന്നത് അതുപോലെ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. സ്വയം നിങ്ങൾ പഠിച്ച ശേഷം NPSൽ നിന്ന് UPSലോട്ടേക്ക് സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാതിരിക്കുക. ഞാൻ ഏതിനും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇനി എന്താണ് ഞാൻ എടുത്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തെന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഓക്കെ, ശരി. ഇതിൽ എന്താ പറയുക വിചാരിച്ചല്ലോ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾ 25-ാമത്തെ വയസ്സിൽ ഗ്രൂപ്പ് ഡി സ്റ്റാഫായിട്ട് കയറിയിരിക്കുകയാണ്. ഓക്കെ, വേറൊരാൾ 33-ാമത്തെ വയസ്സിലാണ് ഗ്രൂപ്പ് ഡിയിൽ എൻട്രി ചെയ്യുന്നത് 2023. അപ്പോൾ ഈ 33-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുന്ന ഒരാളെന്ന് പറയുമ്പോൾ 33 എൻട്രി ജോലിക്ക് പ്രവേശിക്കുമ്പോൾ 34 വയസ്സ്. ഫോർ എക്സാമ്പിൾ, ഇയാൾക്കൊരു 26-27 വർഷമാണ് നമുക്കിനി പറയാനുള്ളത്. 27 വർഷം സർവീസ്, 60 വയസ്സ് വരെ. ഈ സർവീസിന് തന്നെ നമ്മൾ സൂപ്പറാനുവേഷൻ എന്നൊക്കെ ഡെയിലി ടേമൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അതുപോലെ മന്ത്ലി പെൻഷൻ ചിലപ്പോൾ പേ ഔട്ട് എന്നായിരിക്കും, മന്ത്ലി പേ ഔട്ട് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ശരി, അപ്പോൾ ഇന്ന് ഈ ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്തത്, UPS ആണോ NPS ആണോ? അപ്പോൾ പുള്ളിക്ക് ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഞാൻ NPS തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ട് NPS ചൂസ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ, അല്ല, എൻ്റെ ഫ്രണ്ട്സ് അതാണ് ചൂസ് ചെയ്യുന്നത്, എല്ലാവരും അതാണ് ചൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും അതാണ് ചൂസ് ചെയ്യുന്നത്. ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ എന്താണോ ചൂസ് ചെയ്യുന്നത് അത് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. അവർ ചൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിത് ചൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അവർ 26-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 25-ാമത്തെ വയസ്സിൽ കയറി അവർക്ക് 35 വർഷം സർവീസ് ഉണ്ട്. ഈ 27 വർഷം സർവീസുള്ള ആളുടെ ഫൈനൽ എമൗണ്ട് കിട്ടുന്ന എമൗണ്ടും, ഓക്കെ, ഇപ്പോൾ NPSൽ കിട്ടുന്ന എമൗണ്ടും 35 വയസ്സ് സർവീസുള്ള എമൗണ്ട് കിട്ടുന്ന ലക്ഷങ്ങളുടെ വ്യത്യാസം വരും, അല്ലെങ്കിൽ മേ ബി ക്രോഡ്സ്. 1 കോടിയോ, ഒരാൾക്ക് 1 കോടി കിട്ടണമെങ്കിൽ വെള്ളം ചിലപ്പോൾ 40 ലക്ഷം 50 ലക്ഷമൊക്കെ ആയിരിക്കും. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയും NPSൽ. പിന്നെ മാർക്കറ്റ് ബേസ്ഡ് കൂടിയാണ്. അപ്പോൾ അതറിയാതെയാണ് ഇയാളിത് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അയാൾ NPS ചൂസ് ചെയ്യുന്നത്. ഇനി വേറൊരാൾ പറയുകയാണെങ്കിൽ, വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതേപോലെ 25 വയസ്സുള്ള ഒരാൾ, പുള്ളിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ റെസിഗ്നേഷൻ എടുക്കുക, അല്ലെങ്കിൽ VRS വോളണ്ടിയർ ആയിട്ട് റിട്ടയർ ചെയ്യുക, അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക. 60 വയസ്സിൽ എന്തായാലും അയാൾ റെയിൽവേയിൽ നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അങ്ങയുടെ ലക്ഷ്യം തന്നെ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് എടുക്കുക, അതിന് കുറച്ച് ഫണ്ട് വേണം. അപ്പോൾ ഒരു 25 വയസ്സിൽ കയറി 35-40 വയസ്സ് 10-15 വർഷം സർവീസ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ബിസിനസ് ചെയ്യുക. ഓക്കെ, ഒരു എമൗണ്ട് ഇട്ടിട്ട് ബിസിനസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി, നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്നത്? ഈ ടൈം അവർ പറഞ്ഞത്, ഞാൻ NPS ആണ് ചൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ അതാണ് ബെറ്റർ എന്ന് പറയുന്നു, NPS ആണ് നമുക്ക് അക്കൗണ്ട് കിട്ടും, അതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ലക്ഷ്യം എന്താ, 15 വർഷം സർവീസ് ചെയ്തിട്ട് ഈ നമ്മുടെ കോൺട്രിബ്യൂഷൻ അത് അങ്ങോട്ട് എടുത്തിട്ട് ഒരു ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ദുബായിൽ പോയി സെറ്റിൽ ആവാനാണ് പ്ലാന്. ഓക്കെ, അവർ എന്നിട്ട് പറയുന്ന കാര്യം എന്താ, NPS ആണ് ചൂസ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇവർ 15 വർഷം നിങ്ങൾ സർവീസ് ചെയ്തു, ഓക്കെ, അല്ലെങ്കിൽ ഒരു 20 വർഷം നിങ്ങൾ സർവീസ് ചെയ്തു, 19-20 വർഷം. അപ്പോൾ ഈ ഒരു 15 വർഷം സർവീസ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെയും കൂടി കോൺട്രിബ്യൂഷൻ എല്ലാം കൂടി മാർക്കറ്റൊക്കെ ഇട്ട് ഒരു 15 വർഷം കഴിയുമ്പോൾ നമുക്കൊരു 10-15 ലക്ഷം അതിൽ വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിഗ്നേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, NPS ആണെങ്കിൽ, NPS ചൂസ് ചെയ്ത ആളോട് എനിക്ക് പറയാനുള്ളത്, NPS ആണെങ്കിൽ നിങ്ങൾക്കതിന്ന് 20%, എന്ന് വെച്ചാൽ ഒരു 10 ലക്ഷം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 80%, അതായത് ബാക്കി 8 ലക്ഷം രൂപ നിങ്ങൾ 60 വയസ്സ് കഴിഞ്ഞിട്ടേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതേസമയം നിങ്ങൾ UPSലോട്ടേക്ക് മാറി എന്ന് വിചാരിക്കാം. ഓക്കെ, UPSലോട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ
ഈ പറഞ്ഞ 10 ലക്ഷം റെസിഗ്നേഷൻ ടൈമിൽ 10 ലക്ഷം എത്രയാണോ അതിന് എമൗണ്ട് നിങ്ങളുടെ അതിലുള്ളത് 10 ലക്ഷം ആണെങ്കിൽ ആ 10 ലക്ഷം മുഴുവനായിട്ടും വിഡ്രോ ചെയ്യാൻ പറ്റും UPs ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ പിന്നെ ഇയാൾ NPS എടുത്തിട്ട് ഇയാളുടെ ലക്ഷ്യം ഈ 10 ലക്ഷം വേണമെന്നാണ്, എന്നിട്ട് NPS എടുത്ത വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. UPSലല്ലേ ഗുണമുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിച്ച ശേഷം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. വിത്തൗട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യണോ അത് പ്രതികരിക്കാതെ എന്താണെന്ന് മനസ്സിലാക്കുക. UPSും NPSും എനിക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഒന്നും അല്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ ഇന്നലെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഈ പറഞ്ഞ കാര്യം സ്റ്റാറ്റസ് ആയിട്ട് ഒരുപാട് റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊരു ഫ്രീക്വൻ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് പോലെ ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വായിച്ച പ്രശ്നം അതേ കാര്യങ്ങൾ തന്നെ ഞാൻ വീഡിയോയിൽ കൂടി പറയുന്നത് വിചാരിച്ചു, കുറച്ച് പേര് വീഡിയോ കൂടി പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ ഇവർ കമ്പാരിസൺ ഒക്കെ ചെയ്യുന്നുണ്ട്. എത്ര എമൗണ്ട് അതിന് ഇത്ര എമൗണ്ട് UPSൽ കിട്ടും, 60 വയസ്സ് കഴിഞ്ഞ് ഇത്ര എമൗണ്ട് NPS കിട്ടും എന്നൊക്കെ പറഞ്ഞ് കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. ബട്ട് ആ ഒരു കമ്പാരിസൺ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളൊരു കമ്പാരിസൺ ഒരു എമൗണ്ട് വെച്ചുള്ള കാൽക്കുലേഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് ആ ക്വസ്റ്റ്യൻസിന് ഓരോന്നായിട്ട് ഞാൻ പറയും. ഇപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ NPSൽ ഈ നമ്മളിപ്പോഴും ഈ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മളൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് എംപ്ലോയി ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ഒരു എമൗണ്ട്, ഓക്കെ, നമ്മുടെ ബേസിക് എമൗണ്ട് പ്ലസ് DA അതിൻ്റെ 10% ഗവൺമെൻറ് പിടിക്കും. ബാക്കി എക്സ്ട്രാ പെർസെൻറ്റേജ് ഗവൺമെൻറ് കൂടി ഇട്ടിട്ട് ഓരോ മാസം ഇത് ഗവൺമെൻറ് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യും, നമ്മുടെ കയ്യിലും നമ്മൾ സെൽഫായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ സൂപ്പറാനുവേഷൻ ടൈം വരെ, നമ്മൾ റിട്ടയർ ആവുന്ന വയസ്സ് വരെയുള്ള ആ ഒരു സമയം വരെ എല്ലാ മാസവും ഇതിങ്ങനെ പിടിച്ച് അവസാനം ഒരു എമൗണ്ട് NPS ആണെങ്കിൽ നമുക്ക് പെൻഷനായിട്ട് കിട്ടും. പെൻഷനുള്ള NPS ആണെങ്കിൽ ഒരു ബൾക്ക് എമൗണ്ട് നമുക്ക് കിട്ടും. UPS ആണെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും, പെൻഷനായിട്ട് കിട്ടും. ഇതാണ് സിമ്പിളായിട്ടുള്ള കാര്യം. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ബേസിക് എമൗണ്ട് പ്ലസ് DA അതിൻ്റെ 10% നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഗവൺമെൻറ് NPS ആണെങ്കിൽ ഗവൺമെൻറ് എത്ര ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യും, 14% കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ 24% നമ്മുടെ ബേസിക് പ്ലസ് DAൻ്റെ ടോട്ടൽ 24% ഓരോ മാസവും നമുക്ക് ഏതിലേക്ക് പോകുന്നത്, NPSൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നത്. ഓക്കെ, ഇതായത് UPS ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സെയിം 10% തന്നെയായിരിക്കും പിടിക്കുന്നത്. എന്നാൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് 18.5%, 18.5%. ഓക്കെ, അപ്പോൾ 10 + 18.5 28.5% നമ്മുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് പോകുന്നത്. പക്ഷേ നമുക്ക് ഈ NPS പോലെ 24% ടോട്ടൽ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല. വാസ്തവത്തിൽ ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ 18.5%-ൽ 10% മാത്രമാണ് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള 8.5% പൂൾഡ് കോർപ്പസ് എന്ന് പറയും. ഈ പൂൾഡ് കോർപ്പസ് എന്ന് വെച്ചാൽ അതായത് 10% നമ്മുടെ കോൺട്രിബ്യൂഷൻ, ഒരു 10% ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ, അങ്ങനെ 20% നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ബാക്കിയുള്ള 8.5% UPSൽ, ബാക്കിയുള്ള 8.5% പൂൾഡ് കോർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഫ്യൂച്ചറിൽ നമുക്ക് ഗവൺമെൻറ് നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് പെൻഷൻ തരണം അല്ലേ. ഇനി നമ്മളില്ലെങ്കിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ വൈഫിന് അതിൻ്റെ 60% കിട്ടും. അപ്പോൾ നമുക്കോ നമ്മുടെ സ്പൗസിനോ ആ ഒരു പെൻഷന് വേണ്ടിയിട്ട് ഇൻ കേസ് എമർജൻസി സിറ്റുവേഷൻ ലൈക്ക് കോവിഡ് പോലെ എന്തെങ്കിലും മഹാമാരിയോ അല്ലെങ്കിൽ വല്ല യുദ്ധമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ പെൻഷൻ അത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവർ ഈ 8% എക്സ്ട്രാ ഗവൺമെൻറ് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ആ ഫണ്ട് എന്തിനും നമുക്ക് അതൊന്നും പെൻഷൻ തരും, പെൻഷനെ ബാധിക്കില്ല. ഓക്കെ, അതേസമയം NPS ആണെങ്കിൽ പെൻഷനില്ല, പക്ഷേ എന്തുണ്ട്, ഒരു ബൾക്ക്, അത് ഞാൻ പറയാം, ഒരു ബൾക്ക് എമൗണ്ട് അവിടെ നിന്ന് കിട്ടും. ഇതുപോലെ മഹാമാരിയോ എമർജൻസി വന്നാൽ മാർക്കറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണോ ആ സമയത്തുള്ള ടോട്ടൽ എമൗണ്ട് അതിൻ്റെ 60% നമുക്ക് കിട്ടുള്ളൂ. അതും മാർക്കറ്റ് കൂടിയ നല്ല ഹൈ പ്രോഫിറ്റ് കിട്ടും, മാർക്കറ്റ് കുറവാണെങ്കിൽ കുറവായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി NPSൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ 30 വർഷം സർവീസ് ഉള്ള ഒരാളാണെങ്കിൽ ഈ 30 വർഷം കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിൽ ഫോർ എക്സാമ്പിൾ ഒരു 1 കോടി രൂപ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ടോട്ടൽ ഒരു 1 crore rupees ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 60% വിഡ്രോ ചെയ്യാൻ പറ്റും. ടാക്സും കാര്യങ്ങളൊന്നുമില്ല, ടാക്സ് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. അതിൽ 60% മുഴുവനായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ബാക്കി 40% എന്ത് ചെയ്യും, ആ ബാക്കി 40% അവർ ഒരു ഇൻഷുറൻസ് കമ്പനി, ഓക്കെ, അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യലാണ് ചെയ്യുന്നത്. ആ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ഗവൺമെൻറ് തന്നെ ചൂസ് ചെയ്ത് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ 40% നിന്ന് നമുക്ക് മന്ത്ലി, അതായത് ഫിക്സഡ് 60% നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ആ 40% നിന്ന് നമുക്ക് മന്ത്ലി പെൻഷൻ പോലെ ഒരു പേ ഔട്ട് കിട്ടും. ലൈക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് 5%, 6% എന്തെങ്കിലായിരിക്കും കിട്ടുന്നത്. UPSൽ നമ്മൾ എന്താ ചെയ്യുന്നത്, 100% നമ്മുടെ അക്കൗണ്ടിലുള്ള 100% നമുക്കൊന്നും കിട്ടില്ല. പകരം എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് പെൻഷൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വൈഫ്, നമ്മുടെ സ്പൗസിന് ആ ഒരു നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ 60% ലൈഫ് ലോങ് അവർക്ക് എന്ത് കിട്ടും, പെൻഷൻ കിട്ടും. ഇതാണ് UPSൽ സംഭവിക്കുന്നത്. ഓക്കെ, ഈ പെൻഷൻ എത്രയെന്നൊക്കെ ഉള്ളത് പറയുകയാണെങ്കിൽ നമ്മൾ അവസാനം വാങ്ങിയ ബേസിക്,
നമുക്ക് കിട്ടുന്ന യു പി എസിൽ കിട്ടുന്ന പെൻഷൻ എന്താ, നമ്മൾ അവസാനം 30ാമത്തെ വർഷം സർവീസുള്ള അവസാനത്തെ വർഷം ഓക്കെ നമുക്ക് സാലറി ഇൻക്രിമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടാകും ആ ഒരു വർഷം. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കും, ആ ഒരു വർഷത്തെ ആവറേജ് ബേസിക് ഓക്കെ, അത് പ്ലസ് ആ സമയത്ത് നമുക്ക് ഡിയർനെസ് അലവൻസ് ഉണ്ടാവും. അതിൻ്റെ 50% ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, പെൻഷനായിട്ട് കിട്ടുന്നത്. അത് കൂടാതെ നമുക്ക് ഡിയർനെസ് റിലീഫ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ഡിയർനെസ് അലവൻസ് പോലെ റിട്ടയർ ആയി കഴിഞ്ഞാൽ എക്സ്ട്രാ എമൗണ്ട് ഇൻഫ്ലേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ഈ ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ ഡിയർനെസ് റിലീഫ് കൂടി വരും. അപ്പോൾ ആ ഒരു എമൗണ്ട് കൂടി ബേസിക്കിൻ്റെ കൂടും. ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് 60% അടുത്ത് എന്തുണ്ട്, 58% ഡിയർനെസ് അലവൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡിയർനെസ് റിലീഫ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 1 ലക്ഷം രൂപ പെൻഷൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ഒരു 50,000 വാട്ടവർ ഓക്കെ, ഇപ്പോൾ 1 ലക്ഷം രൂപ പെൻഷനായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് നമുക്ക് ഇനി 2 പേ കമ്മീഷനൊക്കെ വരാണ്ട്, അതൊക്കെ ആലോചിക്കാം ഓക്കെ. 30 വർഷം സർവീസുള്ള ആൾക്ക് മിനിമം ഇനി ഒരു 2 പേ കമ്മീഷനെങ്കിലും എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും ബേസിക് പേക്ക് കൂടാൻ സാധ്യതയുള്ള റിട്ടയർ ആകുമ്പോഴേക്കൊരു ഗ്രൂപ്പ് സി എംപ്ലോയിക്ക് ആണെങ്കിൽ ലെവൽ 6 സ്റ്റാഫൊക്കെ ആണെങ്കിൽ ഒരു 1 ലാഖിനടുത്തൊക്കെ എന്തായാലും ഡെഫിനറ്റായിട്ടും ബേസിക് പേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 50,000 അല്ലെങ്കിൽ 60,000 രൂപ നമുക്ക് 1 ലാഖ് ബേസിക് പേ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ 50% പറയുമ്പോൾ 50,000 രൂപ, ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ, അതങ്ങനെ കിട്ടണം നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടാം. അപ്പോൾ 50,000 രൂപ നമുക്ക് ബേസിക് പേൻ്റെ പ്ലസ് ഒരു 50% DA ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു 50% ഉണ്ടെങ്കിൽ പോലും അവിടെ 1 ലക്ഷം രൂപ എന്ത് കിട്ടും, പെൻഷനായിട്ട് തന്നെ കിട്ടും. ഇനി ഈ 50% 50 ആവണമെന്നില്ല, പിന്നെ അതിങ്ങനെ കൂടി വരുള്ളൂ. ഇൻഫ്ലേഷൻ അനുസരിച്ച് ഈ ഡിയർനെസ് അലവൻസ് എന്ത് ചെയ്യും, കൂടി വരും ഓക്കെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അതാണ് യു പി എസിൻ്റെ കാര്യം. ഇനി എൻ പി എസിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ 60% വിഡ്രോ ചെയ്തു, യു പി എസിൽ വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡെഫിനറ്റായിട്ടും യു പി എസിൽ നിങ്ങൾക്ക് 60% വിഡ്രോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 60% വിഡ്രോ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ആക്ച്വലി നമ്മുടെ അഷേർഡ് പേ ഔട്ട്, അഷേർഡ് പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് 1 ലക്ഷം രൂപയുടെ പെൻഷൻ കിട്ടുന്നതെങ്കിൽ നമ്മൾ 60% ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ 1 ലക്ഷത്തിൻ്റെ ബാക്കി 40%, 40,000 രൂപ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പെൻഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്താലും നമുക്ക് ബാക്കി എത്ര ശതമാനം വിഡ്രോ ചെയ്യുന്നോ അതിൻ്റെ ബാക്കി ശതമാനം നമുക്ക് എന്തായിട്ട് കിട്ടും, അഷേർഡ് പേ ഔട്ടിൻ്റെ അത്രയും ശതമാനം എന്തായിട്ട് കിട്ടും, ഒരു പെൻഷനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓക്കെ. ഇനി നമ്മളത് എൻ പി എസിലും ഇതേപോലെ സിറ്റുവേഷൻ തന്നെയാണ്. എൻ പി എസിൽ നമ്മളിപ്പോൾ 60% വിഡ്രോ ചെയ്താൽ 40% നമ്മൾ ആ ഒരു കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ, ആ ഇൻഷുറൻസ് കമ്പനി ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് 6% അല്ലെങ്കിൽ 5% മന്ത്ലി പെൻഷനായിട്ട് കിട്ടും. പിന്നെ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ പി എസിൽ നമ്മളൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ, അവിടെ വിനോ ദാറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വികസിക്കുന്ന രാജ്യമാണ്. 2017 വിഷൻ 2047 എന്ന് പറയുന്നത് ഇന്ത്യ വികസനം ഫുള്ളായിട്ട് വികസിക്കുമെന്ന്, വികസിത രാജ്യമായിട്ട് മാറുമെന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഏതൊരു ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അവിടെ FDക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ അമേരിക്ക പോലെയൊക്കെ രാജ്യമാണെങ്കിൽ FDക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ 1% 2% ഒക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത് ഓക്കെ. നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ചിന്തിച്ചോ, നിങ്ങളൊരു 10 വർഷം മുമ്പ് നമ്മളൊരു ബാങ്കിൽ FD ഇടുകയാണെങ്കിൽ നമുക്കൊരു 7-8% ഒക്കെ ഇൻട്രസ്റ്റ് ഇല്ല, 8-9% ഇൻട്രസ്റ്റ് കിട്ടിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു FDക്ക്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10-15 വർഷം മുമ്പ് ഇപ്പോഴത്തെ FD നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 5-6% എന്ത് കിട്ടുന്നത്, FDയിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് ആണല്ലോ. ഇനി ഈ സേവിങ്സ് ബാങ്കിലെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും 1%, 2%, 3% നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, സേവിങ്സ് ബാങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളൂ. പണ്ട് 4-5 എടുക്കേണ്ടായിരുന്നു. അപ്പോൾ വർഷം കൂടുന്തോറും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, FDയിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, കുറഞ്ഞു വരികയാണ്. കാരണം എന്താ, ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുക. സോ ഇന്ത്യ വളരും തോറും നമ്മുടെ ഇന്ത്യ രാജ്യം വികസനം വരുന്തോറും നമുക്ക് FDയിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അത് അങ്ങനെയാണ് ഓക്കെ. അതെന്തുകൊണ്ട് അങ്ങനെ, കാരണം നമ്മളൊരു രാജ്യം എപ്പോഴാണ് വികസിക്കുക എന്ന് പറയുക, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് പുറത്ത് സർക്കുലേറ്റ് ചെയ്യണം അല്ലേ. നമ്മളിങ്ങനെ എമൗണ്ട്, ഒരാൾ ബാങ്കിൽ ഫുൾ എമൗണ്ട് FD ആയിട്ട് ഇടുമ്പോൾ ആ കാശ് അവിടെ ഇരിക്കുമ്പോൾ കാശ് പുറത്ത് വരുന്നില്ല, ബാങ്കിനകത്ത് FD ഇരിക്കുമ്പോൾ അവരതിനനുസരിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റ് തരുള്ളൂ. നമ്മൾ അതേസമയം മ്യൂച്വൽ ഫണ്ടിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ. അതെന്തുകൊണ്ടാണ്, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇന്ത്യയിലെ പല കമ്പനികൾക്ക് വിഭജിക്കുമ്പോൾ ക്യാഷ് അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ ഈ ക്യാഷ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴാണ് ഇന്ത്യ ഗ്രോത്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് FDക്ക് പൊതുവെ ഇൻട്രസ്റ്റ് കുറവും മ്യൂച്വൽ ഫണ്ടിന് ഇൻട്രസ്റ്റ് കൂടുതലും വരുന്നത് ഓക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ NPSൽ 40% നമ്മൾ മാർക്കറ്റിൽ ഇൻഷുറൻസ് കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് വളരെ വലിയ എമൗണ്ട് ആയിരിക്കില്ല. ദിസ് വിൽ ബി എ സ്മോൾ, ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമായിരിക്കും. മാത്രമല്ല ഈ 5-6% ആ ഒരു റേഞ്ചിന് അതിൽ കുറയാനായിരിക്കും സാധ്യത ഇന്ത്യ വികസിക്കുമ്പോൾ. അത്രയാണെങ്കിൽ പോലും നമ്മളൊരു 70-75 വയസ്സാകുമ്പോഴും ഈ ഒരു എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി തരുന്ന ആ ഒരു എമൗണ്ട് എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കും, അതിൽ മാറ്റം വരില്ല.
ഓക്കെ. പക്ഷേ യു പി എസിൽ വരുമ്പോൾ പെൻഷൻ എന്ന് പറയുമ്പോൾ DMS റിലീഫ് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അത് കൂടി വരാനേ സാധ്യതയുള്ളൂ. പിന്നെ ഈ 60% ഞാൻ യു പി എസിൽ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോൾ യൂട്യൂബിലൊക്കെ പലരും ഓരോ കണക്ക് വെച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് നമുക്കൊരു 70-75 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ NPS എന്നും ഒരാൾ 60% വിഡ്രോ ചെയ്യുന്നു, UPS എന്നും 60% വിഡ്രോ ചെയ്യുന്നു. ഓക്കെ. NPS 40% നമുക്ക് പെൻഷൻ പോലെ ഒരു എമൗണ്ട് കിട്ടുന്നു, UPSൽ ഫിക്സഡ് ആയിട്ട് പെൻഷൻ കിട്ടുന്നുണ്ട്, പ്ലസ് DMS റിലീഫ് കൂടി വരുന്നുണ്ട്. അപ്പോൾ 72 വയസ്സിനൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നത് എന്തും സ്റ്റാർട്ടിങ്ങിൽ NPS ആയിരിക്കും നമുക്ക് ബെറ്റർ റിട്ടേൺ തരുന്നത്. ഓക്കെ, നല്ലൊരു എമൗണ്ട് NPS ആയിരിക്കും തരുന്നത്. പക്ഷേ റിട്ടയർമെൻറ്റ് കഴിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞാൽ UPSനായിരിക്കും ആ ബെനിഫിറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ പലരും ഇതിൽ UPSന് NPSനേക്കാളും കൂടുതൽ എമൗണ്ട് ഡെഫിനറ്റ് ആയിട്ടും വരും. ഓക്കെ, ആഫ്റ്റർ 10-12 ഇയേഴ്സ്. ബട്ട് ഇതിൽ പലരും എന്താ പറയണമെന്ന് വെച്ചാൽ, NPS ചൂസ് ചെയ്യുന്ന പലരും എന്താ പറയണമെന്ന് വെച്ചാൽ, ഞാൻ 70 വയസ്സ്, ഞാനെന്ന് വെച്ചാൽ ഞാനല്ല ഈ പറയുന്ന ആൾ പറയുന്നത്, എൻ്റെയൊക്കെ കാലാവധി ഒരു 70 വയസ്സുള്ളൂ. 70 വയസ്സ് കഴിഞ്ഞ് ഞാൻ മരിക്കും. അവർ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ 10 വർഷം നമ്മൾ ജീവിക്കുള്ളൂ. ദേ ഡിസൈഡഡ്. ഞാൻ മരിച്ചു, ഇനി എനിക്ക് വൈഫിന് കൊടുത്താൽ മതി, അവർ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തിനെങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല കേട്ടോ. ഞാൻ 80, 85, 90 വയസ്സ് എത്രത്തോളം ജീവിക്കാൻ പറ്റും അത്രത്തോളം ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ്. നല്ലൊരു കാലത്തിൽ പെൻഷൻ വാങ്ങണമെന്ന് വിചാരിക്കുന്ന ആളാണ്. സോ മാക്സിമം നമുക്ക് എത്രത്തോളം ജീവിക്കാൻ പറ്റും, 80, 85 വയസ്സ് അങ്ങനെ ചിന്തിക്കുക. അല്ലാതെ ഇത് റിട്ടയർ ആയി കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഞാൻ മരിക്കുന്നു പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പണിയെടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? അല്ലല്ലോ, ലൈഫും എൻജോയ് ചെയ്യണ്ടേ. സോ അങ്ങനെ ചിന്തിക്കരുത്, ദയവ് ചെയ്ത്. അതിനു വേണ്ടി നിങ്ങൾ NPS എടുക്കണം അങ്ങനെ ചിന്തിക്കല്ലേ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ ലൈഫ് ലോങ് ഒരുപാട് സമയം ജീവിക്കുന്ന വിചാരിക്കുക. ഓക്കെ, കുറേ പേര് എല്ലാവരും ഇതാ പറയുന്നത്, NPS ചൂസ് ചെയ്യുന്ന എല്ലാവരും നമ്മളെന്തായാലും 60 വയസ്സ് കഴിഞ്ഞാൽ 10 വർഷം ജീവിക്കും, അത് കഴിഞ്ഞാൽ നമ്മുടെ കാലാവധി കഴിഞ്ഞു, അപ്പോൾ പിന്നെ നമ്മുടെ കാശൊക്കെ നഷ്ടമാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കല്ലോ പ്ലീസ്. തിരിച്ചും ചിന്തിക്കാമല്ലോ, പോസിറ്റീവായിട്ട് ചിന്തിക്കാമല്ലോ. നമ്മൾ 80, 85 വയസ്സിൽ ജീവിക്കുക, അങ്ങനെ ചിന്തിക്കാമല്ലോ. നമ്മൾ മരിക്കുന്ന ഒരുറപ്പുമില്ല. നമ്മൾ ജീവിക്കുന്നവർ പറഞ്ഞതെന്ന് വെച്ചാൽ എനി ടൈം എന്ന് സംഭവിക്കാം, എനി ടൈം എന്ന് സംഭവിക്കാതെയും ഇരിക്കാമല്ലോ, അങ്ങനെ ചിന്തിക്കാമല്ലോ. ഓക്കെ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് പറഞ്ഞതേ. ഓക്കെ, ശരി. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഒരു 75 വയസ്സ് കൂടുതലായ UPS ആയിരിക്കും നിങ്ങൾക്ക് ലാഭം കിട്ടാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, NPSൽ ഇപ്പോൾ നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ 60 വയസ്സ് കഴിഞ്ഞു, പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു എമൗണ്ട് NPS എടുത്തു കഴിഞ്ഞു, നമ്മൾ എനി ടൈം മരിക്കും. സോ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു കിട്ടുന്ന NPS കിട്ടുന്ന 40% കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഇൻഷുറൻസ് തരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൗസിനെ വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നോമിനി ആരാണോ അവർക്കത് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഇനി അവർക്ക് പറയാണ്, ഇപ്പോൾ ഞാൻ NPS എടുക്കുകയാണ്, ഞാൻ എൻ്റെ 60% വിഡ്രോ ചെയ്ത് കഴിഞ്ഞു, ബാക്കി 40% ചെറിയൊരു ഇൻട്രസ്റ്റിനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ഞാൻ എക്സ്പയർ ആയി, ഞാൻ മരിച്ചു കഴിഞ്ഞു, അപ്പോൾ ഞാൻ എൻ്റെ നോമിനേറ്റ് എൻ്റെ ഭാര്യയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു 40% ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് അവർക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഭാര്യ പറയണ വേണ്ട, എനിക്കിത് വേണ്ട, എനിക്ക് ആ 40% ഫുള്ള് ക്യാഷ് മതി എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ദേ ക്യാൻ ടേക്ക് ദാറ്റ് ക്യാഷ്. അവർക്ക് ആ ക്യാഷ് 40% മുഴുവനായിട്ട് എടുക്കാൻ പറ്റും. ഇനി എൻ്റെ ഭാര്യ പറയണത് അല്ല, എനിക്ക് ക്യാഷ് വേണ്ട, ഇത് തന്നെ മതി. അപ്പോൾ ഭാര്യ ഇങ്ങനെ 40% പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അവരും ഒരു സമയത്ത് മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ബാക്കിയുള്ള 40% പെൻഷനായിട്ട് കിട്ടില്ല. അത് ആർക്ക്, നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു 40% എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇല്ലെങ്കിൽ കുട്ടികൾ എന്നുള്ളൊരു ഓപ്ഷൻ എവിടെ വന്നു, NPSൽ വന്നു. ഇനി UPSൽ വരികയാണെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക, അവിടെ ഞാനൊരു 60% വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു പെൻഷൻ കിട്ടും അല്ലേ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ 60%-ൻ്റെ 60% ഇപ്പോൾ ഞാൻ 1 ലക്ഷം രൂപ എനിക്ക് പെൻഷൻ കിട്ടുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 60% രൂപ ആർക്ക് കിട്ടും, എൻ്റെ ഭാര്യയ്ക്ക് കിട്ടും. ഓക്കെ, അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അവരും മരിച്ചു കഴിഞ്ഞാലോ, ഗവൺമെൻറ്റിനും. അവരും മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ രണ്ടുപേരുടെ ആയുസ് വളരെ കുറവാണെങ്കിൽ ലാഭമാർക്ക് ഗവൺമെൻറ്റിനാണ്. ഓക്കെ, അതുകൊണ്ടുകൂടി ആയിരിക്കാം ഗവൺമെൻറ് മാക്സിമം UPSലോട്ടേക്ക് മാറും എന്ന് പറയുന്നു. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനൊരു സംഭവമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു 8% പൂൾഡ് കോർപ്പറേഷൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് 20% ഗവൺമെൻറ്റിൽ നിന്ന്, ബാക്കിയുള്ള 8% എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ 8.5 ഗവൺമെൻറ്. അത് ഈ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ യൂട്ടിലൈസ് ചെയ്യില്ല. അങ്ങനെ വന്നില്ലെങ്കിലോ, കോവിഡൊന്നും വന്നില്ല, കോവിഡ് പോലെ മഹാമാരിയൊന്നും വന്നില്ല, യുദ്ധമൊന്നും വന്നില്ല, മാർക്കറ്റൊക്കെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യയൊക്കെ നല്ലപോലെ ഗ്രോത്ത് ആയിരിക്കുന്നെങ്കിൽ ആ 8.5, ഒരാളുടെ 8.5 എന്ന് വെച്ചാൽ കോമ്പൗണ്ടിങ് ഓഫ് ആ ഒരു കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് വന്നാൽ നല്ലൊരു എമൗണ്ട് ആയിരിക്കും 8.5. അത് ഗവൺമെൻറ്റിനുള്ളതാണ്. ഓക്കെ, നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം UPSനെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ സർവീസിലിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി
സർവീസിൽ കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ആകുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു. ഇനി നമ്മൾ സർവീസിൽ ഇരിക്കുമ്പോൾ മരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓൺ ഡ്യൂട്ടി 60 വയസ്സിന് മുമ്പ് റിട്ടയർമെൻറ്റിന് മുമ്പ് നമ്മൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ NPSൽ എന്ത് സംഭവിക്കും, UPSൽ എന്ത് സംഭവിക്കും? NPSൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ സർവീസിലിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ എമൗണ്ട് അക്യുമുലേറ്റഡ് എമൗണ്ടിൽ നിന്ന് 20% ആർക്ക് വിഡ്രോ ചെയ്യാം, അല്ല സോറി വിഡ്രോ ചെയ്യുന്നല്ല, അതേ സ്കീം നമ്മൾ സർവീസിലിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അതേ NPS ആർക്ക് കണ്ടിന്യൂ ചെയ്യാം, നമ്മുടെ സ്പൗസിനെ ബാധിക്കും, സ്പൗസിനെ കണ്ടിന്യൂ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ OPS ആണ് സെലക്ട് ചെയ്തതെങ്കിൽ, ഓക്കെ, ഇതൊക്കെ എപ്പോഴും 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. 60 വയസ്സ് കഴിയുമ്പോഴാണ് ഈ ഒരു ബെനിഫിറ്റൊക്കെ വരുന്നത്. ഓക്കെ, അത് നമ്മളിപ്പോൾ എഴുതി കൊടുക്കാം. നമുക്ക് NPS സർവീസിലിരിച്ച് മരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മെച്യൂർ എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് NPS ആയിട്ട്, നമുക്കല്ല നമ്മുടെ നോമിനിക്ക് NPS ആയിട്ട് തന്നെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, OPS ഓൾഡ് പെൻഷൻ സ്കീമിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് NPSൽ. UPSലും ഇതേ ഓപ്ഷൻ ഉണ്ട്. UPSലും നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ, സർവീസിലിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന UPSൻ്റെ അതേ ബെനിഫിറ്റ് നമ്മുടെ നോമിനി, നമ്മുടെ സ്പൗസിന് കിട്ടാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെറ്റർ ഡിവിഷൻ ഓഫീസിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനെ OPS ആക്കി മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോൾ അല്ല, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പൗസിന് എന്തായിട്ട് എടുക്കാം, അത് OPSലും ഓൾഡ് പെൻഷൻ സ്കീമിലോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ NPSലും ഉണ്ട്. അതേപോലെ എന്തുണ്ട്, UPSലും. ഓക്കെ, അടുത്ത കാര്യം റെസിഗ്നേഷൻ. റെസിഗ്നേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. നമ്മൾ ജോലി റിസൈൻ ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ ചെയ്യുന്ന ജോലി റിസൈൻ ചെയ്യുകയാണെങ്കിൽ NPSൽ ടോട്ടൽ എമൗണ്ട് നമ്മളെ ഗവൺമെൻറ് പ്ലസ് നമ്മുടെ കോൺട്രിബ്യൂഷൻ്റെ 20% മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് 20%. ബാക്കിയുള്ള 80%, അതായത് നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം അക്യുമുലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷത്തിൽ 2 ലക്ഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 8 ലക്ഷം 60 വയസ്സ് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. UPS ആണെങ്കിൽ റെസിഗ്നേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് എത്രയാണോ ആ എമൗണ്ട് ഉള്ളത് അത്രയും എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതായത് 20% കോൺട്രിബ്യൂഷൻ, നമ്മുടെ 10%ഉം ഗവൺമെൻറ്റിൻ്റെ 10% കൂടെ 20% കോൺട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, UPSൽ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് NPSലില്ല. ഓക്കെ, ഇനി നമ്മൾ VRS വോളണ്ടറി റിട്ടയർമെൻറ്റ്, നമ്മൾ 20 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ജോബ് നിർത്തുന്നതെങ്കിൽ നമ്മൾ VRS എന്നാണ് പറയുക അല്ലേ, സർവീസ് 20 വർഷം കഴിഞ്ഞിട്ട്. അത് NPS ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 20% നമുക്ക് വിഡ്രോ ചെയ്യാം, ബാക്കിയുള്ള 80% ആഫ്റ്റർ സർവീസ്, ആഫ്റ്റർ 60 years. UPS ആണെങ്കിൽ, VRS ആണെങ്കിൽ നമുക്ക് അപ് ടു 60% ഓഫ് ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്യാൻ, വിഡ്രോ ചെയ്യാൻ പറ്റും. 60% ഓഫ് ദി ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. അതൊരു 25 വർഷമൊക്കെ മുകളിൽ സർവീസുള്ള ആളാണെങ്കിൽ അവർ പെൻഷൻ കൂടി തരുമെന്നാണ് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് അതിനനുസരിച്ചുള്ള ഒരു കാൽക്കുലേഷൻ വെച്ച് ഒരു പെൻഷൻ നമുക്ക് 60 വയസ്സിന് ശേഷം കിട്ടും. അത് കൂടാതെ എന്ത് കിട്ടും, 60% വിഡ്രോ ചെയ്യാനും പറ്റും UPS. അത് അപ്പോൾ VRSും അതുപോലെ റെസിഗ്നേഷൻ ആണെങ്കിൽ ലൈഫിൽ UPS ഈസ് ബെറ്റർ. ഓക്കെ, അതുപോലെ നിങ്ങൾ കുട്ടികളുടെ കാര്യം ഫ്യൂച്ചറും അങ്ങനെ ബൾക്ക് എമൗണ്ട് അങ്ങനെയൊക്കെയാണ് താല്പര്യമെങ്കിൽ NPS ആണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 60% UPSൽ വിഡ്രോ ചെയ്യാൻ പറ്റും, 60% NPSൽ വിഡ്രോ ചെയ്യാൻ പറ്റും നോർമലായിട്ട് 60 വയസ്സ് കഴിഞ്ഞാൽ. പക്ഷേ NPSൽ കിട്ടുന്ന എമൗണ്ട് UPSൽ കിട്ടുന്നതിനേക്കാളും സ്റ്റാർട്ടിങ്ങിൽ കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷേ ഒരു 10-15 വർഷം കഴിഞ്ഞാൽ NPSൽ കിട്ടുന്നത് അത് ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ UPSൽ ഗ്രോത്ത് മുകളിലേക്കാണ് വരിക, പെൻഷൻ അലവൻസിൻ്റെ എഫക്റ്റ് വരും. ശരി, ഇനി നമ്മൾ ഓൺ ഡ്യൂട്ടി ഇപ്പോൾ VRS എടുക്കുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞു. അതിൽ വേറൊരു കാര്യം കൂടി ഉള്ളത്, നമുക്ക് അങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലംസം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ UPSൽ പെൻഷൻ കൂടാതെ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്ത് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഒരു ബൾക്കായിട്ട് കിട്ടും. ചെറിയ എമൗണ്ട് കുറവായിരിക്കും, അതൊരു 6 to 10 lakhൻ്റെ ഇടയിൽ. ഒരു ലെവൽ 6 സ്റ്റാഫിക്ക് ആണെങ്കിൽ 6 to 10 lakhൻ്റെ ഇടയിൽ. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതൊരു ഫോമിലേക്ക് ഉണ്ട്. ടോട്ടൽ നമ്മൾ ഓരോ 6 വർഷത്തിൽ നമ്മുടെ ഒരു ബേസിക് ഉണ്ടാവും അല്ലേ, ബേസിക് പ്ലസ് DA. ആ ബേസിക് പ്ലസ് DA നമ്മളിപ്പോൾ ഒരു 30 വർഷം സർവീസ് ആണെങ്കിൽ എത്ര 6 മന്ത് ഉണ്ടാവും, 60 6 മന്ത് ഉണ്ടാവും അല്ലേ. 30 വർഷം ഉണ്ടെങ്കിൽ 66 മന്ത് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബേസിക്, ആ സമയത്തുള്ള ബേസിക് പ്ലസ് DA, നമ്മുടെ സർവീസിൻ്റെ എൻഡിൽ സമയത്ത് ഇപ്പോൾ 1 ലക്ഷം രൂപ ബേസിക് പ്ലസ് DA കിട്ടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 66 മന്ത് ഉണ്ടെങ്കിൽ ഇൻറ്റു 60 ചെയ്യുക, ഡിവൈഡഡ് ബൈ 10 ഒക്കെ ചെയ്താൽ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും, ലൈക്ക് 6 lakh. അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ഒരു 6 to 10 lakhൻ്റെ ഇടയിൽ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് കൂടി എന്ത് കിട്ടും,
ചിലപ്പോൾ 5 to 10 lakh ആയിരിക്കും, മേ ബി ഡിപ്പെൻസ്. നമ്മുടെ ബേസിക്കിനനുസരിച്ച് നമ്മുടെ ലെവലിനനുസരിച്ചിട്ടായിരിക്കും ഒരു എമൗണ്ട്, ഒരു ബൾക്ക് ചെറിയൊരു എമൗണ്ട് 10 ലക്ഷത്തിനകത്ത് ഒരു എമൗണ്ട് കൂടി എന്തുണ്ട് യു പി എസിൽ കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ബെനിഫിറ്റും യു പി എസിലുണ്ട്. എൻ പി എസിൽ അതില്ല. എൻ പി എസിൽ 60% എന്താണോ അത് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ എൻ പി എസ് മാർക്കറ്റ് ഫ്ലക്ച്വേഷനാണ്, മാർക്കറ്റ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിട്ടേൺ കുറയും കൂടാം എന്തുവേണമെങ്കിൽ സംഭവിക്കാം. ബട്ട് ആസ് ഓഫ് നോ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതായി. പിന്നെ ഇതിൽ എന്താ പറയാനുള്ളത്, എൻ പി എസ് ടു യു പി എസ് സ്വിച്ച് ഫെസിലിറ്റി നമുക്കിപ്പോൾ സെപ്റ്റംബർ 30 വരെയാണ് മാറണം എന്നുള്ളവർക്ക് മാറും, എൻ പി എസ് യു പി എസിലോട്ടേക്ക് മാറും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ പശ്ചാത്തപിക്കാൻ പാടില്ല, മാറാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. ബട്ട് ഒരിക്കലും നിങ്ങളിപ്പോൾ മാറിക്കഴിഞ്ഞാൽ എനി ടൈം നിങ്ങൾക്ക് തിരിച്ച് എൻ പി എസിലോട്ട് വരണം എന്ന് തോന്നിയാൽ വരാം. ഓക്കെ, ഡെഫിനറ്റായിട്ടും വരാം. ഇപ്പോൾ ഇന്ന് മാറിയവർക്ക് നാളെ വേണമെങ്കിൽ, ഇന്ന് എൻ പി എസ് നിന്ന് യു പി എസിലേക്ക് മാറി നാളെ വേണമെങ്കിൽ തിരിച്ച് യു പി എസ് നിന്ന് ഇങ്ങോട്ടേക്ക് വരാം, എൻ പി എസിലേക്ക് വരാം. 1 ടൈം ഓൺലി. നിങ്ങൾ റിട്ടയർ ആവുന്നതിന് 1 വർഷം മുന്നേ 59ാമത്തെ വയസ്സ് വരെയും എനി ടൈം യു ക്യാൻ സ്വിച്ച് ബാക്ക് ടു എൻ പി എസ്. യു പി എസ് നിന്ന് ഇങ്ങോട്ടേക്ക് വരാം, എൻ പി എസിലോട്ടേക്ക് തിരിച്ചു വരാം. ഓക്കെ, ആ സമയത്ത് അപ്പോൾ പലരും ഡൗട്ടുള്ളൊരു കാര്യം, പക്ഷേ എൻ പി എസ് യു പി എസിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല, ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇല്ല. അപ്പോൾ അതിൽ പലരും പറയുന്ന കാര്യം, തിരിച്ച് നമ്മൾ യു പി എസിലോട്ട് എൻ പി എസിലോട്ട് വരുമ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ടിനെ അത് ബാധിക്കില്ലേ, അവിടെ 4% എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അത് ഗവൺമെൻറ് അവരുടെ സർക്കുലറിൽ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്, അതായത് while switching back to NPS from UPS, subscriber becomes eligible for employer contribution at 14%. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ 10% ആണെങ്കിൽ, യു പി എസിൽ 10% ആണെങ്കിൽ അതുവരെയുള്ള 10%ത്തിന് പകരം അവർ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, 14% കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, പീരീഡ് കവേർഡ് അണ്ടർ യു പി എസ് പീരീഡിലുള്ള ആ കാലഘട്ടത്തിൽ അവർ 14% കാൽക്കുലേറ്റ് ചെയ്യും. അത് കൂടാതെ ആസ് വെൽ ആസ് ഫ്യൂച്ചർ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, അതിന് ശേഷമുള്ള കോൺട്രിബ്യൂഷനും 14% കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ആര് പറയുന്നുണ്ട്, ഗവൺമെൻറ് പറയുന്നുണ്ട്, ഇൻ അക്കോർഡൻസ് വിത്ത് CCS റൂൾസ് 2021. സോ ഡെഫിനറ്റായിട്ടും ആ ഒരു എമൗണ്ട് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 50ാമത്തെ വയസ്സിൽ നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യയുടെ മാർക്കറ്റ് വളരെ ഹൈ ആണ്, ഹൈ റിട്ടേൺ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ 59ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ പറ്റും, എൻ പി എസിലോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റും. VRS എടുക്കണമെങ്കിൽ അങ്ങനത്തെ, നമ്മൾ VRS ഒക്കെ എടുക്കുമ്പോൾ മിനിമം 3 months ബിഫോർ എങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ നോട്ടീസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ 3 months ബിഫോർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എൻ പി എസിലോട്ടേക്ക് മാറണമെന്ന് തോന്നിയാൽ മാറാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയുക, ഈ എൻ പി എസ് ആണെങ്കിൽ യു പി എസ് ആണ്, പ്രത്യേകിച്ച് യു പി എസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, സർവീസിലിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒ പി എസിലോട്ടേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ, അതിൻ്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അത് എത്ര തവണ വേണമെങ്കിലും ഫോം എൻ പി എസിലേക്ക് യു പി എസ് ആക്കാം, അല്ലെങ്കിൽ ഒ പി എസ് ആക്കാം, എനി ടൈം കൊടുക്കാം. അവസാനം നമ്മൾ ഏതാണോ ഏതിലാണോ ഇരിക്കുന്നത്, യു പി എസ് ഒ പി എസ് ആണെങ്കിൽ ഓൾഡ് പെൻഷനിലായിരിക്കും നമ്മുടെ സ്പൗസിന് പെൻഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതായി. പിന്നെ VRS കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 20% എൻ പി എസിൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് നമ്മുടെ അക്കുമുലേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 2.5 ലക്ഷത്തിൽ കുറവാണെങ്കിൽ ഫുൾ എമൗണ്ട് എടുക്കാം കേട്ടോ. പക്ഷെ എല്ലാവർക്കും 2.5 ലാഖിൽ കൂടുതൽ എന്തായാലും സർവീസിലിരിക്കുമ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും 60 വയസ്സ് കഴിയണ വരെ വെയിറ്റ് ചെയ്യണം, ബാക്കിയുള്ള 80% വിഡ്രോ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ കാൽക്കുലേഷൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യമാണെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബൊക്കെ നോക്കുക. എനിക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, ശരി. ഇനി ഞാൻ പറയും ഞാൻ എന്താണ് ചൂസ് ചെയ്തിരിക്കുന്നത്, അതുകൂടി ഞാൻ പറയാം. ഇത് കണ്ട് നിങ്ങളാരും അത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ഇടുന്നത്. എനിക്കും തന്നെ പറഞ്ഞത്, ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഞാൻ എടുക്കുന്നത് ചൂസ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യേണ്ട. നിങ്ങൾ സ്വയം തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഓക്കെ, അതിനനുസരിച്ചുള്ള ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടി കാണും. ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് UPS ആണ്. ഓക്കെ, ഞാൻ ആദ്യം NPS തന്നെ സ്റ്റിക്ക് ചെയ്ത് നിന്നു. ബട്ട് ഒരു സിറ്റുവേഷൻ വന്നു, അതായത് ഗവൺമെൻറ് ഒരു റൂൾ കൊണ്ടുവന്നത് എനി ടൈം ഈ സ്വിച്ച് ബാക്ക് എന്നൊരു പറയുന്നൊരു സാധനം വന്നല്ലോ. അത് വന്ന ശേഷം ഞാൻ തീരുമാനിച്ചു എനിക്ക് UPS ആയിരിക്കും ബെറ്റർ എന്നുള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും വിചാരിക്കുന്ന പോലെ 70-75 വയസ്സ് വരെ ഞാൻ ജീവിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ലൈഫ് ഓഫ് കോഴ്സ് അത് വിധിയാണ്, എങ്ങനെ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് എങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാക്സിമം ജീവിക്കുക എന്നുള്ളതാണ്. 80-85 ഞാൻ ഹോപ്പ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അത്രേ ഉള്ളൂ. സോ ബേസിക്കലി ഞാൻ അത് ആ ഒരു കാരണമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനി ടൈം നമുക്ക് സ്വിച്ച് ബാക്ക് ടു NPS എന്നുള്ള ഓപ്ഷനുള്ളതുകൊണ്ട് ആ സമയത്ത് നമുക്ക് തീരുമാനിക്കാം. ഇനിയും UPSൽ മാറ്റം വരാം.
ഇപ്പോൾ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇനിയും ഇപ്പോൾ ഗവൺമെൻറ് ഈ സ്വിച്ച് ബാക്ക് എന്നൊരു ഫെസിലിറ്റി കൊണ്ടുവന്ന പോലെ ഇനിയും മാറ്റം കൂടുതൽ വരാനേ സാധ്യതയുള്ളൂ. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ലംസം എമൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു 6 to 10 lakh ഞാൻ പറഞ്ഞില്ല, അത് ചിലപ്പോൾ ഇനി കൂടാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇനിയും മാറ്റം വരാം UPSൽ. കാരണം ഇനിയും ആൾക്കാർ ഇപ്പോഴും പലരും അട്രാക്റ്റ് ആവാത്തതുകൊണ്ട് അട്രാക്ഷന് വേണ്ടി ഇനിയും പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരും UPSിലോട്ടേക്ക്. അപ്പോൾ അത് വേറൊരു കാര്യം. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലും 60% ഒക്കെ വിഡ്രോ ചെയ്യാം. ഓക്കെ, NPS പോലെ തന്നെ. പിന്നെ നാലാമത്തെ കാര്യം, ഞാൻ NPS നിന്ന് UPSലോട്ട് മാറണമെങ്കിലും ഇപ്പോൾ ഞാൻ NPS നമുക്ക് എന്താ ആക്ച്വലി സംഭവിക്കുന്നത്, നമ്മുടെ എമൗണ്ട് എടുത്ത് ഗവൺമെൻറ് ഒരു മാർക്കറ്റിലിട്ട് അതല്ലേ റിട്ടേൺ ആയിട്ട് തരുന്നത്, നമുക്ക് സെൽഫായിട്ട് ചെയ്യേണ്ടതല്ലേ ഉള്ളൂ. മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്താൽ പോലെ ഞാനിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു. ലോങ് ടേം, ചെറിയ രീതിയിലല്ല, ലോങ് ടേം റിട്ടേൺ ആവുന്നവരെ അല്ലെങ്കിൽ അതിന് ശേഷം വരെയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി എൻ്റെ മനസ്സിലുണ്ട്. ചെറിയൊരു എമൗണ്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, പതുക്കെ പേ കമ്മീഷനൊക്കെ വരുമ്പോൾ കൂടുതൽ എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു മിനിമം ഒരു 5,000-10,000 ഡെപ്പോസിറ്റ് മാസം മന്ത്ലി മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റി വെച്ചാൽ പോലും ഒരു 30 വർഷം ചിലപ്പോൾ 1.5 കോടി 2 കോടി ആവും. NPS എന്ത് എമൗണ്ടാണ് കിട്ടുന്നത് ആ എമൗണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. അല്ലെങ്കിൽ അതിൻ്റെ 50% മിനിമം അറ്റ്ലീസ്റ്റ് നല്ലൊരു എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ കിട്ടും. അപ്പം NPS കിട്ടുന്ന എമൗണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലും UPS ഇവിടെ എടുക്കുകയാണെങ്കിൽ അത് ബെറ്റർ ഓപ്ഷനായിട്ട് ഞാൻ കാണുന്നു. അത് എൻ്റെ തിങ്കിങ് ആണ്. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം, അതൊന്നും ഞാൻ പറയില്ല. ബട്ട് ഇറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. അപ്പോൾ അതൊരു പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, NPSൽ പലരും ചിന്തിക്കുന്ന കാര്യം, കുട്ടികൾക്ക് ഞാനോ എൻ്റെ ഭാര്യ മരിക്കുകയാണെങ്കിൽ അതെൻ്റെ കുട്ടികൾക്ക് ബാക്കിയുള്ള 40% കിട്ടുമല്ലോ എന്നുള്ളത് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ കുട്ടികളെ സേഫാക്കി വയ്ക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർ മാക്സിമം സപ്പോർട്ട് എല്ലാം ചെയ്യും. ബട്ട് സ്വയം നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യം വന്നാൽ കുട്ടികളുടെ കാര്യം കുട്ടികൾ നോക്കുക, മക്കളുടെ കാര്യം മക്കൾ നോക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലുള്ള ആളാണ് ഞാൻ. നമ്മുടെ കയ്യിൽ കാശ് വളർത്തുള്ള കാലം നമ്മൾ രാജാവ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ എമൗണ്ടിൽ നിന്ന് നിങ്ങൾ എത്ര എമൗണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ കുട്ടികളുടെ കാര്യം ഫ്യൂച്ചറിൽ കുട്ടികൾ എന്തായാലും ജനറേഷനൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജെൻസെറ്റ് കഴിഞ്ഞ് ജെൻസെറ്റ് എന്താണോ വരാമോന്ന് അറിയില്ല. ജനറേഷൻ ഗ്യാപ്പ് വ്യത്യാസം നല്ലപോലെ വരുന്നുണ്ട്. കുട്ടികളുടെ ഭാവി അവർ നോക്കുന്നതിൻ്റെ സിറ്റുവേഷൻ അതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ഓക്കെ, അവരുടെ കാര്യം അവർ നോക്കുക, നമ്മുടെ കാര്യം നമ്മൾ നോക്കുക. നമ്മളിപ്പോൾ ഒരു 60%, 1 കോടി 2 കോടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ അവരൊരു ആവശ്യം ചോദിച്ചാൽ നമ്മൾ കൊടുക്കാതിരിക്കില്ലല്ലോ, എന്തായാലും കൊടുക്കും. പക്ഷെ അത് കഴിഞ്ഞ് അവരെന്ത് രീതിയിലാണ് ചിന്തിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അവരവരുടെ രീതിയിൽ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അവസരം നമ്മൾ നോക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ കാശ് വളർത്തോളം കാലം വി ആർ സേഫ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അവരെ സേഫ് ആക്കും ഡെഫിനറ്റായിട്ടും. മക്കൾ കുട്ടികളെല്ലാവരും നമ്മൾ ജീവിക്കുന്നിടത്തോളം അങ്ങനെ. ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരാളാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഹൗസ് ലോൺ എടുത്ത് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കി. ഒരു വീട് കഴിഞ്ഞ വർഷം വാങ്ങിയത്. സോ അതൊക്കെ എൻ്റെ കുട്ടികൾക്ക് അതൊക്കെ ലാഭമല്ലേ, അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാണ്. സോ അതാണ് വേറൊരു കാര്യം. അങ്ങനെയാണ് സിറ്റുവേഷൻ. ഓക്കെ, ശരി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ UPS ചൂസ് ചെയ്യാനുള്ള കാരണം. നിങ്ങളും ഇതുപോലെ സ്വയം ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താണോ താല്പര്യം, NPS ആണ് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ NPSലോട്ടേക്ക് സ്വിച്ച് ചെയ്യുക. എനി ടൈം യു ക്യാൻ സ്വിച്ച് ബാക്ക് ടു NPS കണ്ടിന്യൂ ചെയ്യുക. അല്ല UPS ആണ് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ UPSലോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. എനി ടൈം യു ക്യാൻ സ്വിച്ച് ബാക്ക് ടു NPS. ഓക്കെ, സോ തൽക്കാലം ബൈ, സീ യു, ടേക്ക് കെയർ.